السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونتوب إليه، ونعوذ بالله تعالى من شرور أنفسنا وسيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد، فإن خير الأمور عوازمها وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الإخوان والأخوات، أوصيكم عباد الله وإياي بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. الله أكبر الله أكبر الله أكبر، لا إله إلا الله والله أكبر، الله أكبر ولله الحمد. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, നമ്മളെല്ലാവരും നമ്മുടെ ജീവിത വ്യവഹാരങ്ങളുടെ എല്ലാ ഘട്ടങ്ങളിലും മുഴുവൻ സന്ദർഭങ്ങളിലും നമ്മുടെ സൃഷ്ടാവും രക്ഷിതാവും അന്നദാതാവും വിധികർത്താവുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും നിരോധനങ്ങളും ഏതേത് കാര്യത്തിൽ എപ്രകാരമൊക്കെയാണ് എന്ന് സൂക്ഷ്മമായി മനസ്സിലാക്കി സാധ്യമാകുന്നതിന്റെ പരമാവധി അതനുസരിച്ച് നിലകൊള്ളണം. അതാണ് നമ്മുടെ ജീവിത വിജയത്തിന്റെ വഴി. ലക്ഷക്കണക്കായ പ്രവാചകന്മാർ ചരിത്രത്തിന്റെ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ മനുഷ്യ സമൂഹത്തെ അടിക്കടി ഉണർത്തിക്കൊണ്ടിരുന്ന വളരെ ഗൗരവപ്പെട്ട ഒരു യാഥാർത്ഥ്യമാണിത്. ആ പ്രാധാന്യത്തോടെയും ഗൗരവത്തോടെയും തഖ്വയുടെ കാര്യങ്ങൾക്ക് പരിഗണന നൽകണം എന്ന് ഈ സന്തോഷത്തിന്റെ വേളയിലും ഓരോരുത്തരെയും പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് സർവശക്തനായ നാഥൻ. നമുക്കതിന് തൗഫീക്ക് നൽകുമാറാവട്ടെ. നമ്മളിപ്പോ ഇസ്ലാമിലെ രണ്ട് ആഘോഷങ്ങളിൽ ഒന്നായ ഈദുൽ അദ്ഹ, ബലിപെരുന്നാൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആഘോഷത്തിലാണുള്ളത്. തീർച്ചയായിട്ടും മനുഷ്യന്റെ പ്രകൃതം എന്ന് പറയുന്നത് സന്തോഷവും സന്താപവും സങ്കടവും വിഷമവും ഒക്കെ ഉൾച്ചേർന്നതാണ്. ഇതിന്റെ എല്ലാ ഘട്ടങ്ങളിലും എത്ര വലിയ സന്തോഷത്തിന്റെ വേളയിലായാലും എത്ര അഗാധമായ ദുഃഖമുള്ള സന്ദർഭമായാലും അതിനെയൊക്കെ അള്ളാഹുവിന്റെ പ്രീതിയുടെ വരുതിയിൽ നിർത്തുക എന്നത് ഇസ്ലാമിക ജീവിതത്തിന്റെ ഒഴിച്ചുകൂടാനാവാത്ത ഭാഗമാണ്. ആവേശം അതിരുവിട്ട്, ആഘോഷം അതിരുവിട്ട് അനർത്ഥങ്ങൾ ഉണ്ടാക്കുകയും സ്വന്തം ജീവൻ വരെ അപകടപ്പെടാവുന്ന രീതിയിലുള്ള അവിവേകങ്ങളിൽ ഏർപ്പെടുകയും വസ്തുവകകളും അതുപോലെ തന്നെ പാരിസ്ഥിതിക വിശേഷങ്ങളുമൊക്കെ നശിപ്പിക്കപ്പെടുന്ന അവസ്ഥകൾ ഉണ്ടാവുകയും ചെയ്യുന്നത് നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണാവുന്നതാണ്. അല്ലെങ്കിൽ ആഘോഷം അതിരുവിട്ട് മൂക്കറ്റം മദ്യപിച്ച് മനുഷ്യൻ എന്ന ഉയർന്ന ഒരു വ്യക്തിത്വം മൃഗത്തേക്കാൾ അധപ്പതിക്കുന്ന സ്ഥിതിവിശേഷവും നമ്മുടെ നാട്ടിലൊക്കെ ആഘോഷത്തിന്റെ കൂടപ്പറപ്പാണ് എന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. ഇനി മറിച്ച് വളരെ വലിയ ഒരു ദുഃഖം ഒരാൾക്കുണ്ടാകുന്നു, എന്നിട്ട് ആ ദുഃഖം അദ്ദേഹത്തെ സ്വന്തത്തെ തന്നെ മറപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ചെയ്ത നാനാവിധങ്ങളായ അനുഗ്രഹങ്ങളെ കാണാൻ കഴിയാതെ പോകുന്നു.
അങ്ങനെ ചിലപ്പോൾ സ്വയം തന്നെ നശിക്കുന്നിടത്തോളം കാര്യങ്ങൾ എത്തുന്നു. ഇങ്ങനെയും നമ്മൾ മനുഷ്യരെ കാണുന്നു. ഈ പറയപ്പെട്ട മനുഷ്യ ജീവിതത്തിന്റെ ഏതവസ്ഥയിലും സന്തോഷം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായതുപോലെ പ്രയാസങ്ങളും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. അനുഗ്രഹങ്ങൾ നമുക്കുണ്ടാവുന്നു എന്നതുപോലെ തന്നെ പരീക്ഷണങ്ങളിലൂടെ നമുക്ക് കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാവുന്നു എന്നതും ജീവിതത്തിന്റെ ഭാഗമാണ്. ഇങ്ങനെയുള്ള എല്ലാ കയറ്റത്തിലും ഇറക്കത്തിലും പടച്ച തമ്പുരാന്റെ കൽപ്പനകൾക്ക് വിധേയമാവുകയും അവന്റെ നിയന്ത്രണങ്ങളും മാർഗനിർദ്ദേശങ്ങളും പാലിക്കുകയും ചെയ്യണം എന്ന ഒരു സന്ദേശവും കൂടി നമ്മുടെ ഈ ആഘോഷത്തിന്റെ മുഖമുദ്ര, ഇസ്ലാമിലെ 2 ആഘോഷങ്ങളിൽ 2ന്റെയും മുഖമുദ്ര ഈ നമസ്കാരമായി നിശ്ചയിച്ചതിൽ ഉണ്ട് എന്ന് നമ്മൾ കാണണം. നമസ്കാരത്തിൽ അണിനിരന്നുകൊണ്ട് നമ്മളെല്ലാവരും ആവർത്തിക്കുന്നത്, നമസ്കാരത്തിന് വേണ്ടി പള്ളിയിലോ ഈദ്ഗാഹിലോ ഒരുമിച്ച് കൂടുമ്പോൾ മുതൽ നമ്മൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് പറയുന്ന എനിക്ക് ഏറ്റവും വലുത് എന്റെ റബ്ബാണ്, റബ്ബിന്റെ ഹിതമാണ്, അവന്റെ ഇഷ്ടങ്ങളാണ്, അവന്റെ മാർഗനിർദ്ദേശങ്ങളാണ്, അവന്റെ നിയമ നിബന്ധനകളാണ് എന്നുള്ള ഈ ഉദ്ഘോഷിക്കലാണ്. തീർച്ചയായിട്ടും ഈ ആഘോഷത്തെ ഈ നമസ്കാരത്തിന്റെ ചൈതന്യത്തോട് നിരക്കുന്ന രീതിയിൽ ആഘോഷ പരിപാടികളിൽ ഏർപ്പെടാൻ വിശ്വാസികൾക്ക് കഴിയേണ്ടതാണ്. ഒരു കാര്യം ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നു. ഈദ് ആഘോഷിക്കാനുള്ളത് തന്നെയാണ്. പക്ഷേ ആഘോഷങ്ങൾക്ക് അതിന്റേതായ അതിരടയാളങ്ങൾ അല്ലാഹു വെച്ചിട്ടുണ്ട്. അതിനകത്ത് നിന്നുകൊണ്ട് അവ നിർവഹിക്കാൻ നമുക്ക് സാധിക്കണം എന്നതാണ് പ്രധാനം. ഈ ഈദുൽ അദ്ഹ എന്ന് അറബിയിൽ പറയുമ്പോഴും ബലിപെരുന്നാൾ എന്ന് നമ്മൾ മലയാളത്തിൽ അതിനെ പരിഭാഷപ്പെടുത്തുമ്പോഴുമൊക്കെ അത് ബലിയുമായി ബന്ധപ്പെട്ട ഒരു സൂചന അതിന്റെ ഭാഗമാണ്. ഇത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അന്ന് ചരിത്രത്തിന്റെ ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ തുല്യതയില്ലാത്ത ഒരു ത്യാഗത്തിന് പടച്ച തമ്പുരാന്റെ ആജ്ഞകൾക്ക് മുമ്പിൽ അദ്ദേഹം എഴുന്നേറ്റ് നിന്നുകൊണ്ട് പടച്ചവൻ തന്നോട് എന്ത് കൽപ്പിച്ചോ അത് നടപ്പിൽ വരുത്തുവാൻ അദ്ദേഹം നടത്തുന്ന ആ ശ്രമമുണ്ടല്ലോ, അതിലേക്കുള്ള സൂചനയാണ്. അതിനു പുറമെ നമ്മളെല്ലാവരും അള്ളാഹുവിന്റെ വജ്ഹ് കാംക്ഷിച്ചുകൊണ്ട് അവന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് വനവുദൂഹിയ്യത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഈ ബലിയിലേക്കും ഇത് സൂചനയാണ്. ഈ ബലി എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ്. ഇസ്ലാമിന് കുറെ അടയാളങ്ങളുണ്ട്. ആ അടയാളങ്ങളെ പാലിക്കുക, അതിനെ ആദരിക്കുക എന്നത് ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൽ തഖ്വയുണ്ട് എന്നതിന്റെ ദാലിക വമൻ യുഅള്ളിം ശഅഇറല്ലാഹി ഫഇന്നഹ മിൻ തഖ്വൽ ഖുലൂബ്. വിശ്വാസിയുടെ മനസ്സിൽ തഖ്വയുണ്ട് അഥവാ പടച്ചവനെ കുറിച്ചുള്ള ഒരു വിചാരമുണ്ട് എന്നതിന്റെ അടയാളമാണ് എന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആ ഗൗരവത്തിൽ ബലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെയും കാണാനും അതിന്റെ പവിത്രതയോടെ, ആരാധനാപരമായ പവിത്രതയോടെ ആ കർമ്മം നിർവഹിക്കാനും ആ കർമ്മത്തിൽ ഏർപ്പെടാനും നമുക്കെല്ലാവർക്കും സാധിക്കേണ്ടതായിട്ടുണ്ട് എന്നുകൂടി ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രവുമായിട്ട്, ജീവിതവുമായിട്ട്, അവിടുന്ന് എന്തിനു വേണ്ടി നിലകൊണ്ടോ ആ ദൗത്യവുമായിട്ട് ഹജ്ജിനോട് ചേർന്ന് വരുന്ന ഈ പെരുന്നാളിനും വലിയ ബന്ധമുണ്ട് എന്ന് നമുക്കൊക്കെ അറിയാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രം സാമാന്യം വിസ്തരിച്ച് വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ പറഞ്ഞു തരുന്നുണ്ട്. ഞാനിപ്പോ അതിന്റെ ആ കഥയിലേക്കൊന്നും കടക്കുന്നില്ല. ഒരു പ്രധാനപ്പെട്ട ഒരു വശം ഈ സന്ദർഭത്തിൽ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല തനിക്ക് പ്രിയപ്പെട്ട ആളുകളെ, അള്ളാഹുവിനെ അനുസരിച്ച് അവന് വണങ്ങി അവന് വിധേയമായി അവന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്ന ആളുകളെ അവര് തന്റെ ഇഷ്ടക്കാരാക്കുന്നതിനു വേണ്ടി പരീക്ഷിക്കും. വിശ്വാസികളെ അള്ളാഹു പരീക്ഷിക്കും. പരീക്ഷണത്തിൽ ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെടുക പ്രവാചകന്മാരെ ആയിരിക്കും എന്ന് ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. ഇബ്രാഹിം റബ്ബുഹു ബികലിമാത്തിൻ ഫഅതമ്മഹുൻ قال إني جاعلك للناس إماما قال ومن ذريتي قال لا ينال أحد الظالمين. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പടച്ച തമ്പുരാൻ പല നിർദ്ദേശങ്ങളും കൊടുത്തുകൊണ്ട് പരീക്ഷിച്ചു, പല ഘട്ടങ്ങളിൽ പരീക്ഷിച്ചു. ഒന്നാമതായിട്ട് നിങ്ങൾക്കറിയാം അദ്ദേഹത്തിന്റെ ജീവിത സാഹചര്യം. സ്വന്തം താൻ തന്നെയാണ് ഇലാഹ് എന്ന് നടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ധിക്കാരിയായ ഭരണാധികാരി.
ആ ഭരണാധികാരിയുമായിട്ടുള്ള കൂട്ടുകെട്ടിലൂടെ തന്റെ മൊത്തം പ്രജകളെയുടെയും മേൽ ആത്മീയമായ മേധാവിത്വം നേടിയ ഒരു മുഖ്യ പുരോഹിതൻ. ഈ പുരോഹിതന്റെ കുടുംബത്തിലാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ജനിക്കുന്നത്. സ്വാഭാവികമായും നമുക്ക് ആലോചിച്ചാൽ അറിയാം എന്തൊക്കെ അനുഗ്രഹങ്ങൾ, എന്തൊക്കെ സ്ഥാനമാനങ്ങൾ, എന്തൊക്കെ സാമൂഹികമായ സ്വീകാര്യതകൾ അദ്ദേഹത്തെ തേടി പിറകെ ഒന്നിനു പിറകെ മറ്റൊന്നായി വന്നുകൊണ്ടിരുന്നിട്ടുണ്ടാവും. അവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അനുഗ്രഹം ഈ ഭൗതികമായ പളവളപ്പിലല്ല, ഈ ഭൗതികമായ സ്ഥാനലബ്ധിയിലല്ല, ഈ അംഗീകാരത്തിലും ഈ സ്വീകാര്യതയിലുമല്ല, നിന്നെ സൃഷ്ടിച്ച് സംരക്ഷിക്കുന്ന നിന്റെ നാഥന്റെ മുമ്പിൽ നിന്നെ തന്നെ നീ സമർപ്പിക്കുന്നിടത്താണ് നിന്റെ വിജയം. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇദ് ഖാല ലഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തോട് ഇബ്രാഹിമേ നീ മുസ്ലിമാവുക, അള്ളാഹുവിനുള്ള അനുസരണത്തിൽ ജീവിതത്തെ അടിയുറപ്പിച്ചു നിർത്തുക, ഒരു ഘട്ടത്തിലും പാളാതെ പതറാതെ പടച്ചവനുള്ള അനുസരണത്തിൽ ഉറപ്പിച്ചു നിർത്തുക, അങ്ങനെ ഒരു നിലപാടുള്ളവനായിട്ട് നീ മാറുക എന്നൊരാഹ്വാനം റബ്ബിന്റെ ഭാഗത്ത് നിന്ന് വന്നപ്പോ അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, എനിക്ക് ഈ രാജ ഭരണകൂടത്തിന്റെ പ്രൗഢി വേണ്ട, എനിക്ക് ഈ പൗരോഹിത്യ കുടുംബത്തിന്റെ സ്വീകാര്യത വേണ്ട, എനിക്ക് എന്റെ റബ്ബിന്റെ റിള മതി. ഇത് പരീക്ഷണത്തിന്റെ വിജയത്തിലെ ഒരു ഘട്ടമാണ്. മറ്റൊരു കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോ തന്റെ ജീവിത സായാഹ്നത്തിൽ അനുഗ്രഹമായി ലഭിച്ച മകനെ ബലിയറുക്കണം, ബലിയറുക്കുന്നത് ഞാൻ കണ്ടു, ബലി അറുത്തുകൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടു എന്നാണ്, ബലിയിൽ ഏർപ്പെട്ടത് കണ്ടു എന്നാണ്. അല്ലാതെ അറുത്തു എന്ന ഒരു കാര്യമല്ല കാണുന്നത്. എന്ന് പറഞ്ഞാൽ മകനെ അറുക്കലല്ല. അങ്ങനെയായിരുന്നെങ്കിൽ മകനെ ബലിയറുത്തതായിട്ട് സ്വപ്നം കാണുകയായിരുന്നുവെങ്കിൽ എപ്പോഴോ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ പോലെയുള്ള ഒരു മഹാൻ പടച്ചവന്റെ പ്രീതി നേടി തന്റെ മകനെ ബലിയറുത്തേനെ. പക്ഷെ ബലിയറുക്കാൻ അറുത്തുകൊണ്ടിരിക്കുന്നത് കണ്ടു എന്ന് പറയുമ്പോൾ ഈ കർമ്മത്തിൽ ഏർപ്പെടാനുള്ള അദ്ദേഹത്തിന്റെ സന്നദ്ധതയാണ്. ആ സന്നദ്ധത അല്ലാഹു അംഗീകരിച്ചു. എന്നിട്ട് മനുഷ്യന്റെ രക്തമല്ല, മനുഷ്യന്റെ രക്തവും മനുഷ്യന്റെ അഭിമാനവും മനുഷ്യന്റെ ജീവനും പവിത്രമാണ് എന്ന് ഈ ഇബ്രാഹിം നബി അലൈഹി സ്വലാം സൃഷ്ടിച്ചു വെച്ച ആ ഭൂമികയിൽ ചവിട്ടി നിന്നുകൊണ്ട് പിന്നീട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദിവസത്തിന്റെ ഈ മാസത്തിന്റെ പവിത്രത പോലെ, ഈ ദിവസത്തിന്റെ പവിത്രത പോലെ, ഈ പ്രദേശത്തിന്റെ പവിത്രത പോലെ വിശ്വാസി സമൂഹമേ നിങ്ങളുടെ എല്ലാവരുടെയും ജീവനും നിങ്ങളുടെ ധനവും നിങ്ങളുടെ അഭിമാനവും പവിത്രമാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ്. ഇസ്ലാമിൽ നരബലിയില്ല. മനുഷ്യനെ ബലി കൊടുക്കുന്നതിനെ കുറിച്ചുള്ള ചിന്തക്ക് പോലും അവിടെ ഒരു പ്രസക്തിയുമില്ല. പകരം മനുഷ്യൻ പവിത്രമാണ്, മനുഷ്യ ജീവിതം പവിത്രമാണ് എന്ന അധ്യാപനമാണ് ഇസ്ലാമിന്റെ മുഖമുദ്ര. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റേത് അള്ളാഹുവിന്റെ ഒരു പരീക്ഷണമാണ്. ആ പരീക്ഷണത്തിന് അദ്ദേഹം സർവാത്മന സന്നദ്ധമാണ്. എന്നിട്ട് മകനെ കെട്ടിമറിച്ചിട്ട് അറുക്കുന്നു. അങ്ങനെയല്ല വിശുദ്ധ ഖുർആനിന്റെ വിവരണം. അതിലേക്ക് പോകാൻ ഇവിടെ സമയമില്ല. പക്ഷെ ഞാനൊരു സൂചന നിങ്ങൾക്ക് നൽകുന്നു. നിങ്ങൾ വിശുദ്ധ ഖുർആനിലേക്ക് നോക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു ഫലമ്മ അസ്ലമ, ഇത് ബലിയറുക്കണം, നീ നിന്റെ മകനെ ബലിയറുക്കണം, മകനെ നീ അറുക്കപ്പെടണം. ഈ രണ്ട് സന്ദേശവും ഈ സ്വപ്നത്തിലുണ്ട്. ആ സന്ദേശം ഇബ്രാഹിം നബി അലൈഹി സ്വലാം മകനോട് പറയുമ്പോ മകൻ സർവാത്മനാദിന് സന്നദ്ധനാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് ഫലമ്മ അസ്ലമ, അവര് രണ്ടുപേരും ഈ ആജ്ഞ നിർവഹിക്കാൻ സർവാത്മന സന്നദ്ധമായപ്പോൾ എന്നാണ് വിശുദ്ധ ഖുർആനിന്റെ പ്രയോഗം. അപ്പോ അറുക്കുന്ന ആൾക്ക് മാത്രമല്ല അറുക്കപ്പെടുന്ന ആൾക്കും ത്യാഗത്തിന്റെ സന്നദ്ധതയുള്ള അസാധാരണമായ ഒരു ആവിഷ്കാരമാണ് ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബിയുടെയും ചരിത്രത്തിലുള്ളത്. ഇത് പരീക്ഷണത്തിന്റെ മറ്റൊരു ഘട്ടമാണ്. കുറച്ചുകൂടി കഴിയുമ്പോൾ ഭാര്യയെയും സന്താനത്തെയും വിജനമായ പ്രദേശത്ത് ഉപേക്ഷിച്ച് എങ്ങോണ്ടെന്നില്ലാതെ പ്രബോധനപരമായ ദൗത്യ നിർവഹണത്തിന് ഇറങ്ങിപ്പുറപ്പെടാൻ അള്ളാഹു നിർദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ പോകുന്ന പോക്കിൽ ഭാര്യ ചോദിക്കുന്നുണ്ട്, അല്ല ഇത് നിങ്ങളോട് നിങ്ങളുടെ റബ്ബ് പറഞ്ഞതാണോ? അതെ. എങ്കിൽ എന്റെ റബ്ബ് എന്നെ കൈവിടില്ല. നമ്മൾ ഈ സംസം കിണറിന്റെ കഥയൊക്കെ പറയുന്ന സംഭവ വികാസങ്ങളൊക്കെ ആ പശ്ചാത്തലത്തിലാണ് എന്ന് ഓർക്കണം. അവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറയുന്നുണ്ട്, പടച്ചവനെ, ഞാൻ എന്റെ കുടുംബത്തെ നിന്റെ ഭവനത്തിനടുക്കൽ ഒരാളും തിരിഞ്ഞു നോക്കാത്ത ഈ പ്രദേശത്ത് വിട്ടേച്ചു പോവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ പരീക്ഷണങ്ങൾ അങ്ങനെ തുടർന്നേ കൊണ്ടിരുന്നു. ഓരോ ഘട്ടത്തിലും അദ്ദേഹം അതിന്റെ ആ പരീക്ഷണത്തിന്റെ കാമ്പെന്തോ അതിനോട് പ്രതികരിച്ചു. അതിൽ അദ്ദേഹം വിജയിച്ചു.
എന്നിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വഇദ് ഇബ്തലാ ഇബ്രാഹീമ റബ്ബുഹു ബികലിമാത്തിൻ ഫഅതമ്മഹുൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തന്റെ നാഥൻ പല നിർദ്ദേശങ്ങളും കൊടുത്ത് പരീക്ഷിച്ചു. അതിലൊക്കെ അദ്ദേഹം വിജയിച്ചു. ഖാല ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ. ആ വിജയത്തിൽ, ആ പരീക്ഷയിലൊക്കെ വിജയിച്ചതിന്റെ ഒരു അംഗീകാരമെന്ന നിലക്ക് നിന്നെ ലോകർക്ക് മുഴുവൻ ഇമാമായി നിശ്ചയിച്ചിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു. ആ സ്വാഭാവികമായും ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ പോലെ നന്മേച്ഛുവായ സന്മാർഗത്തിൽ സഞ്ചരിക്കുന്ന, ഭാവി തലമുറകളും സന്മാർഗത്തിൽ സഞ്ചരിക്കണമെന്ന് ആകുലപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ മഹാൻ ഉടനെ റബ്ബിനോട് ചോദിച്ചു, ഖാല വമിൻ ദുരിയത്തി, ഈ അനുഗ്രഹം, ഈ അംഗീകാരം, ഈ ലോക നേതൃത്വം എന്റെ മക്കൾക്ക് കിട്ടുമോ? കാലലായി. അപ്പൊ കിട്ടുമെന്നും കിട്ടില്ല എന്നും അല്ല പറഞ്ഞില്ല. കാല ലാ യനാലു അഹ്ദി ളാലിമീൻ, അക്രമികളായ ആളുകൾക്ക് എന്റെ കരാറ് ബാധകമല്ല എന്ന് പറയുകയും ചെയ്തു പടച്ച തമ്പുരാൻ. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പ്രാർത്ഥന നിങ്ങൾ നോക്കൂ. റബ്ബനാ വജഅൽനാ മുസ്ലിമൈനി ലക വമിൻ ദുരിയത്തിനാ ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക. പടച്ചവനെ, ഞങ്ങളെ രണ്ടുപേരെയും നീ മുസ്ലിമായിട്ട് സ്വീകരിക്കണം, മുസ്ലിമായിട്ട് ജീവിക്കാൻ ഞങ്ങൾക്ക് നീ അനുഗ്രഹങ്ങൾ നൽകണം, ആ ഒരു പ്രചോദനം ഉണ്ടാക്കണം. വമിൻ ദുരിയത്തിനാ ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക. ഞങ്ങളുടെ സന്തതി പരമ്പരകളിലൊക്കെയും നിനക്കുള്ള അനുസരണത്തിൽ മുഴുസമയവും ജീവിതം ചിട്ടപ്പെടുത്തി അങ്ങനെ അതിൽ ഉറച്ചു നിൽക്കുന്ന ഒരു തലമുറയെ ഞങ്ങൾക്ക് നൽകണം. എന്നിട്ട് അവിടെ നിന്നൊക്കെ പോന്നു. ഏത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം കഴിഞ്ഞു. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മകൻ ഇസ്ഹാഖ് നബി അലൈഹി സ്വലാമുണ്ട്. ഇസ്ഹാഖ് നബി അലൈഹി സ്വലാമിന്റെ മകൻ യാക്കൂബ് നബി അലൈഹി സ്വലാമുണ്ട്. യാക്കൂബ് നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം പറയുന്നിടത്ത് അള്ളാഹ് ചോദിക്കാണ്, ഈ യാക്കൂബ് നബി മരണാസന്നനായ സമയത്ത് നിങ്ങളാരെങ്കിലും അവിടെ സന്നിഹിതരായിരുന്നോ? അദ്ദേഹം തന്റെ മക്കളോട് ചോദിച്ചില്ലേ, എന്റെ കാലശേഷം നിങ്ങൾ ആർക്ക് ഇബാദത്തെടുക്കും, എന്റെ കാലശേഷം നിങ്ങൾ ആർക്ക് ഇബാദത്തെടുക്കും എന്ന് യാക്കൂബ് നബി അലൈഹി സ്വലാം ചോദിക്കുമ്പോ ഞങ്ങൾ താങ്കൾക്കും താങ്കളുടെ പിതാവും പിതാവിന്റെ പിതാവും. അപ്പൊ വല്ലിപ്പ ഏത് രീതിയിലാണ് ജീവിച്ചിരുന്നത്? ആ കുടുംബത്തിന്റെ മക്കളിൽ ഉണ്ടായ ഒരു ബോധമാണ് നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഇപ്പത്തെ ഇവരുടെ ഉപ്പ എങ്ങനെയാണ് ജീവിച്ചത് എന്നല്ല, ഉപ്പ എന്ന് മാത്രമല്ല, ഉപ്പാന്റെ ഉപ്പയും ഉപ്പാന്റെ വല്ലിപ്പയും അവിടുന്ന് കൊണ്ട് ആ തലമുറ തന്നെ ഏത് നിലപാടിലാണോ നിലകൊണ്ടത് ആ നിലപാടിൽ ഞാൻ നിലകൊള്ളും. ഞാൻ അതിന്റെ ആയത്തുദ്ധരിക്കാത്തത് സമയം ചിരിക്കാൻ വേണ്ടിയിട്ടാണ്. വിശുദ്ധ ഖുർആനിൽ നിങ്ങളുടെ ശ്രദ്ധയിൽ അതൊക്കെ ഉണ്ടാവും. അപ്പൊ ഞാൻ പറയുന്നത്, നമ്മൾ നമ്മളെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ പോരാ. ഇവിടെയുള്ള എല്ലാ രക്ഷിതാക്കളോടും ഈ സന്ദർഭത്തിൽ വളരെ ശക്തിയായ ഭാഷയിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മില്ലത്തിലെ മെമ്പർമാരെന്ന നിലക്ക് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നമ്മൾ നമ്മളുടെ സമർപ്പണത്തെക്കുറിച്ച്, നമ്മുടെ ത്യാഗത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ പോരാ. റബ്ബനാ വജഅൽനാ മുസ്ലിമൈനി ലക വമിൻ ദുരിയത്തിനാ ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക. ഞങ്ങളുടെ സന്തതി പരമ്പരകളിലും നിനക്ക് മറ്റുള്ളതിനേക്കാൾ എല്ലാത്തിനേക്കാളുമേറെ നിന്നെ അനുസരിക്കുന്നതിന്, നിനക്ക് വഴിപ്പെടുന്നതിന്, നിന്റെ കൽപ്പനകൾ കാതോർക്കുന്നതിന്, നിന്റെ നിർദ്ദേശങ്ങൾ ശിരസാവഹിക്കുന്നതിന്, നിന്റെ മാർഗദർശനങ്ങൾ പിൻപറ്റുന്നതിന് പരിഗണന നൽകുന്ന ഒരു സമൂഹമുണ്ടാവണം. ഇത് ഓരോ രക്ഷിതാവിന്റെയും അസ്വസ്ഥതയാവണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ജീവിത പാഠം ഈ ത്യാഗത്തിന്റെ കഥ മാത്രമല്ല, ഈ തലമുറകളായിട്ടുള്ള സമ്പൂർണ്ണ സമർപ്പണത്തിന്റെ പാഠവും നമുക്ക് നൽകിയിട്ടുണ്ട് എന്നോർക്കണം. പടച്ച തമ്പുരാൻ നമ്മളുടെ ഓരോരുത്തരുടെയും ചുമലിൽ വന്നു ചേർന്നിട്ടുള്ള ഈ ഇത്തരം ഉത്തരവാദിത്തം, കുടുംബനാഥൻ എന്ന നിലക്കുള്ള ഉത്തരവാദിത്തം ഇഹത്തിലും പരത്തിലും സന്തോഷം നൽകുന്ന വിധത്തിൽ പൂർത്തീകരിക്കാൻ നമുക്ക് തൗഫീക്ക് ചെയ്യുമാറാവട്ടെ. പ്രിയ സഹോദരന്മാരെ, ഈ സന്ദർഭത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങളെ സംബന്ധിച്ചുകൂടി പരാമർശിക്കേണ്ടതുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ രാജ്യത്ത് ഇന്ന് വളരെ സങ്കീർണമായ സ്ഥിതിവിശേഷത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കുറെ കാലമായി ഈ സ്ഥിതിവിശേഷം നമ്മൾ അഭിമുഖീകരിക്കുന്നു. ഇപ്പോഴത്തെ ലക്ഷണങ്ങൾ കാണുമ്പോൾ കുറെ കാലവും കൂടി നമ്മൾ ഇത് അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും എന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്തായിരുന്നാലും എന്താണ് ഈ സ്ഥിതിവിശേഷത്തിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ഈ രാജ്യം പല വിശ്വാസങ്ങളും ആചാരങ്ങളും സംസ്കാരവും ആരാധനാ രീതിയും ഭക്ഷണ പദാർത്ഥങ്ങളിൽ ഉൾപ്പെടെ ആഹാര രീതികളിൽ ഉൾപ്പെടെ വൈരുദ്ധ്യങ്ങളോളം എത്തി നിൽക്കുന്ന വൈവിധ്യങ്ങളുള്ള ഒരു രാജ്യമാണ് നമ്മുടേത്. ഈ വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളുക എന്നുള്ളത് ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിന് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. പക്ഷേ അവിടെ ഏകമുഖമാർന്ന ഒരു ദിശയിലേക്ക് ഈ രാജ്യത്തെ കൊണ്ടുപോകാൻ, എന്നിട്ട് വംശീയതയുടെ അടിസ്ഥാനത്തിൽ ഈ രാജ്യത്തെ പുനഃസംവിധാനിക്കാനുള്ള കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ ബന്ധപ്പെട്ട ശക്തികൾ അധികാരത്തിന്റെ പിൻബലത്തിൽ തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്.
അതിന്റെ ഏറ്റവും വലിയ ഇരകൾ, പല ഇരകളുമുണ്ട്. ഒരുപക്ഷെ ഇരകൾക്കിപ്പോ നിലനിൽപ്പിന് വേണ്ടിയുള്ള മത്സരത്തിനിടയിൽ അവരുടെ അവസ്ഥ എന്ത്, അവരെ തേടി വരുന്ന അപകടം എന്ത് എന്ന് മനസ്സിലാക്കാൻ ഒരുപക്ഷെ കഴിയുന്നുണ്ടാവുകയില്ല. ഇരകളുടെ ലിസ്റ്റിൽ ഇപ്പോൾ ഏറ്റവും മുൻനിരയിലുള്ളത് വിശ്വാസികളാണ്. നിങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാകും പത്രങ്ങളിൽ, വിശ്വാസികളുടെ പള്ളികൾ അന്യാധീനപ്പെടുന്നു, വിശ്വാസികളുടെ ഈദ്ഗാഹുകളിൽ ഒരുമിച്ച് കൂടാനുള്ള അനുവാദം തന്നെ നിരാകരിക്കപ്പെടുന്നു, വിശ്വാസികൾക്ക് അവരുടെ ബലികർമ്മങ്ങൾ നിർവഹിക്കാനോ ബലിമൃഗത്തെ വാങ്ങാനോ വിൽക്കാനോ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുന്നു. ഇങ്ങനെ വിശ്വാസി സമൂഹത്തിന്റെ ശാരീരികമായ അസ്തിത്വവും അതോടൊപ്പം സാംസ്കാരികമായ അവരുടെ വ്യക്തിത്വവും അപഹരിക്കാനുള്ള കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ മത്സരബുദ്ധിയോടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ പല കഥകളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ബലിമൃഗങ്ങളെ തടയാൻ ഈ വംശീയ ഉന്മൂലനത്തിന്റെ വക്താക്കൾ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ വിശ്വാസി സമൂഹം അതിനോട് വിവേകപൂർണമായിട്ടാണ് പ്രതികരിച്ചത് അത് അവിടത്തെ തന്നെ സാമ്പത്തിക വ്യവസ്ഥയെ അട്ടിമറിക്കുന്ന രീതിയിലുള്ള ഒരു ഇടപെടലായി എന്നുമുള്ള ഒരു സന്തോഷകരമായ വാർത്തയും നമുക്കതിൽ കാണാൻ കഴിയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ മനുഷ്യരെ തമ്മിൽ തെറ്റിക്കുക, വിദ്വേഷവും പകയും വെറുപ്പും ഉൽപ്പാദിപ്പിച്ച് സമൂഹങ്ങൾക്കിടയിൽ കാതലായ വിള്ളലുണ്ടാക്കുക, ഇതാണ് പ്രതിയോഗികളുടെ തന്ത്രം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതാണ് അവരുടെ ഊർജ സ്രോതസ് എന്ന് തിരിച്ചറിഞ്ഞാൽ അതിന് വഴിവെച്ചു കൊടുക്കാതിരിക്കലാണ് വിവേകത്തിന്റെ വഴി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ബലിമൃഗങ്ങളോടും ബലിയെറുക്കാനുള്ള ഇസ്ലാമികമായ അധ്യാപനങ്ങൾ നടപ്പിലാക്കാനുള്ള ശ്രമത്തോടും ഇത്തരം പ്രദേശങ്ങളിൽ വന്നിട്ടുള്ള എതിർപ്പ് നമ്മളുടെ മുമ്പിലുണ്ട്. ആ എതിർപ്പ് വളരെ സർഗാത്മകമായിട്ടാണ് മുസ്ലിം സമൂഹം മറികടക്കാൻ ശ്രമിച്ചത് എന്നത് ആശ്വാസകരമായ ഒരു കാര്യമാണെന്ന് കൂടി ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. ഇത്രയും പറഞ്ഞത് ഇതിന്റെ വിശദാംശങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. ഒരു പുതിയ അറിവും ഈ വിഷയത്തിൽ ഈ ഇരിക്കുന്ന ആളുകളിലേക്ക് കൈമാറാൻ നമ്മുടെ മുമ്പിലില്ല. പക്ഷേ രണ്ട് കാര്യങ്ങൾ ഞാൻ ഈ സന്ദർഭത്തിൽ നിങ്ങളുടെ മുമ്പിൽ വെക്കാൻ ഉദ്ദേശിക്കുന്നു. അതിലൊന്നാമത്തേത്, ഇങ്ങനെ ഈ രാജ്യത്തെ ഒരടിസ്ഥാന ജനവിഭാഗമായ മുസ്ലിം ഉമ്മത്തിനെ ഈ രാജ്യത്ത് നിന്ന് തുരത്താൻ അല്ലെങ്കിൽ സാംസ്കാരികമായ അവരുടെ വ്യക്തിത്വം നശിപ്പിക്കാൻ വളരെ ബോധപൂർവമായ നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ സമൂഹത്തിലെ ഈ സമാധാന താൽപര്യമുള്ള അവർഗീയമായി ചിന്തിക്കുന്ന മനുഷ്യത്വത്തിന് വില കൽപ്പിക്കുന്ന ഏതൊക്കെ വിഭാഗങ്ങളുണ്ടോ അവരുമായെല്ലാം അടുത്ത ബന്ധം സ്ഥാപിക്കുവാനും അങ്ങനെ ഈ വംശീയ അജണ്ടക്കെതിരെ ഒരു ജനാഭിപ്രായം രൂപീകരിക്കുന്ന പ്രക്രിയയിൽ ഏർപ്പെടാനും നമുക്ക് ബാധ്യതയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പൊ സ്വാഭാവികമായും ഈദിന്റെ സന്ദർഭമാണ്, മീഡിയകളിൽ പല പ്രചാരണങ്ങളും വരുന്നു. നമ്മുടെ അടുത്ത അയൽവാസി വരെ നമ്മെ സംബന്ധിച്ച് കടുത്ത ആശങ്കകൾ വെച്ച് പുലർത്താം എന്നതാണ് സ്ഥിതിവിശേഷം. അതുകൊണ്ട് സാധ്യമാകുന്നവരൊക്കെ അവരുടെ അയൽപക്കത്ത് ഈ സഹോദര സമുദായാംഗങ്ങൾ താമസിക്കുന്നുണ്ടെങ്കിൽ അവരെ വീടുകളിലേക്ക് ക്ഷണിക്കുക, അവരുമായിരുന്ന് വർത്തമാനം പറയുക, അവരോടുള്ള സൗഹൃദം പുതുക്കുക, അവർക്ക് ഭക്ഷണ പദാർത്ഥങ്ങൾ സമ്മാനിക്കുക, ആശംസകൾ നേരുക പോലെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് പൊതുസമൂഹവുമായുള്ള നമ്മുടെ ബന്ധം ദൃഢീകരിക്കേണ്ടത് ഇത്തരം സന്ദർഭങ്ങളിൽ മാത്രമല്ല, പ്രബോധകരായ എന്ന നിലക്ക് പൊതുവെ തന്നെ നമ്മുടെ ബാധ്യതയാണ് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതിന്റെ രണ്ടാമത്തെ ഒരു വശം, യഥാർത്ഥത്തിൽ നമ്മൾ ഈ പ്രതിയോഗികൾ ഭയപ്പെടുന്നത് എന്തിനെയാണ്? പ്രതിയോഗികൾ ഭയപ്പെടുന്നത് മുസ്ലിം എന്ന് പറയുന്ന ഒരു പ്രത്യേക വർഗത്തെയല്ല. ആ പ്രതിയോഗികൾ ഭയപ്പെടുന്നത് മനുഷ്യ ജീവിതത്തിൽ ഉച്ചനീചത്വങ്ങളില്ലാതെ സ്ത്രീകൾക്കും അധസ്ഥിത വിഭാഗങ്ങൾക്കും പരിഗണന നൽകി എല്ലാവരെയും മനുഷ്യരെന്ന നിലക്ക് ജീവിതത്തിന്റെ ഒരേ വിധാനത്തിലേക്ക് ഉയർത്തി സമത്വം പ്രയോഗവൽക്കരിച്ച സത്യദീനിനെയാണ് എന്ന് നമ്മൾ കാണണം. ദീനാണ് അവരുടെ ഭയം എന്ന് വരുമ്പോ ആ ദീനിന്റെ അധ്യാപനങ്ങൾക്ക് ദൈവികമായ ഒരു സവിശേഷതയുണ്ട്, പടച്ചവന്റെ ഭാഗത്തു നിന്നുള്ള ഒരു കരുത്തുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇത്തരം സന്ദർഭങ്ങൾ ഇസ്ലാമിന്റെ ഷിആറുകൾ, ഇസ്ലാമിന്റെ അടയാളങ്ങൾ തുടച്ച് നീക്കിക്കളയാൻ പ്രതിയോഗികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിശ്വാസികൾ എന്ന നിലക്ക് ആ ദീനിനെ തന്നെ ഷിആറുകളിൽ മാത്രമല്ല സാക്ഷാൽ ദീനിനെ തന്നെ വാരിപ്പുണർന്ന് ജീവിതം അതനുസരിച്ച് ചിട്ടപ്പെടുത്തലാണ് ഏറ്റവും നല്ല പ്രതിരോധം എന്ന് വിശ്വാസി സമൂഹം മനസ്സിലാക്കണം. അവർ ദീനിനെ പഠിക്കണം, ദീനിന്റെ പ്രബോധനം നടത്തണം, ജീവിതം കൊണ്ട് ദീനിനെ പ്രതിനിധീകരിക്കണം. ഇതിനവർക്ക് സാധ്യമാകുമെങ്കിൽ
ഒരു പ്രതിയോഗികളുടെ കുതന്ത്രങ്ങളും വിജയിക്കുകയില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായിട്ട് നമുക്ക് നൽകിയ ഒരു വാഗ്ദാനമുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു ഇൻ തൻസുറുല്ലാഹ യൻസുർകും വയുസബ്ബിത് അഖ്ദാമക്കും. വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സഹായിക്കുകയാണെങ്കിൽ അല്ലാഹു നിങ്ങളെ സഹായിക്കും. അല്ലാഹുവിനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ വിശ്വാസികൾ ഓരോരുത്തരും അവരുടെ ജീവിത വ്യവഹാരങ്ങൾ മുഴുവൻ അല്ലാഹുവിന്റെ ആജ്ഞകൾക്ക് വിധേയമാക്കുക എന്നതാണ് അതിന്റെ അർത്ഥം, അതാണ് അതിന്റെ താല്പര്യം. അപ്പോ എന്നിട്ട് അല്ലാഹു വേറൊരു സ്ഥലത്ത് പിന്നെയും പറയുന്നു, ഈ അൻസുറുക്കും അല്ലാഹു ഫലാ ഗാലിബ ലക്കും. നേരത്തെ പറഞ്ഞത് നിങ്ങൾ അള്ളാഹുവിനെ സഹായിക്കാൻ സന്നദ്ധമാണോ എങ്കിൽ അള്ളാഹു നിങ്ങളെ സഹായിക്കും. അള്ളാഹു സഹായിച്ചാൽ എന്ത് സംഭവിക്കും? അതാണ് പിന്നെ പറയുന്നത്. ഈ അൻസുറുക്കും അല്ലാഹു ഫലാ ഗാലിബ ലക്കും. അള്ളാഹുവിനെ നിങ്ങൾ സഹായിക്കാൻ തീരുമാനിച്ചാൽ നിങ്ങളെ അതിജയിക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല. വഇൻ യഖ്ദുൽകും ഫമൻ ദല്ലദി യൻസുറുകും മിൻ ബഅദിഹി. ഇനി അതല്ല, അവൻ നിങ്ങളെ നിന്ദിക്കാൻ തീരുമാനിച്ചാലോ? നിങ്ങൾ നിങ്ങളുടെ സൗകര്യങ്ങളുടെയും നിങ്ങളുടെ സ്ഥാനമാനങ്ങളുടെയും നിങ്ങളുടെ സ്വീകാര്യതയുടെയും നിങ്ങളുടെ സാമ്പത്തിക പരിപോഷണത്തിന്റെയും ഒക്കെ പിന്നാലെ റബ്ബിന്റെ കൽപ്പന കൈവിട്ട് സ്വയം ഒരു സമുദായം എന്ന നിലക്ക് ജീവിതത്തിൽ മത്സരിക്കാൻ മുന്നോട്ട് പോയി നിങ്ങൾ എന്ന് വിചാരിക്കാം. അങ്ങനെ റബ്ബിനെ നിങ്ങൾ കൈവിട്ടാൽ റബ്ബ് നിങ്ങളെ നിന്ദിക്കും. റബ്ബ് നിന്ദിച്ചാലോ? നിങ്ങളെ റബ്ബ് നിങ്ങളെ നിന്ദിക്കാൻ തീരുമാനിച്ചാൽ അതിനുശേഷം ആരാണ് നിങ്ങൾക്ക് നിങ്ങളെ രക്ഷകനായിട്ടുണ്ടാവുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് വിശ്വാസികൾ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചു കൊള്ളട്ടെ. അപ്പൊ രണ്ട് വശങ്ങൾ ഇവിടെയുണ്ട്. ഒന്ന്, നമ്മൾ അള്ളാഹുവിന്റെ ആളുകളാണ്, ഞങ്ങൾക്ക് ദീന് മതി എന്ന് കരുതി നമ്മളിലേക്ക് ചുരുങ്ങാതെ സമൂഹത്തിലെ എല്ലാ വിഭാഗം ആളുകളുമായും വിശാലമായ ബന്ധം സ്ഥാപിച്ച് നിലനിർത്തുക. ഇത് പ്രതിരോധത്തിന്റെ ഒരു മാർഗമാണ്. പ്രതിരോധത്തിന്റെ സ്ഥായിയായതും സ്ഥിരതയുള്ളതും എന്നെന്നും നിലനിൽക്കുന്നതുമായ മാർഗം ഏത് ഷിയാറുകളെയാണോ അവർ ഭയപ്പെടുന്നത്, ഏത് ഷിയാറുകളെയാണോ അവർ തുടച്ചു നീക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, ആ ഷിയാറുകൾ ഉൾക്കൊള്ളുന്ന സാക്ഷാൽ ദീനിന്റെ തന്നെ വാഹകരാവുക. ഏക സിവിൽ കോഡെന്നല്ല, ഏത് തരത്തിലുള്ള അജണ്ടകളെയും മറികടക്കാൻ അള്ളാഹുവിന്റെ ദീന് കൊണ്ട് ജീവിതത്തെ മനോഹരമാക്കുക എന്ന ഒരു ചുമതല, എന്ന ഒരു പ്രതിരോധവും എന്നതാണ് ഏറ്റവും വലിയ പ്രതിരോധം എന്ന് നമ്മൾ ഓർക്കേണ്ടതാണ്. ലോകതലത്തിലുള്ള സംഭവങ്ങളിലേക്ക് ഞാൻ ഇപ്പോൾ പോകുന്നില്ല. നമുക്കൊക്കെ അറിയാം, വളരെ സങ്കീർണമായ സ്ഥിതിവിശേഷങ്ങളുണ്ട്. ഈ അവസ്ഥകളൊക്കെ മനസ്സിലാക്കണം. നമ്മൾ അങ്ങനെ അവരുമായി തട്ടിച്ചു നോക്കുമ്പോൾ അത്രയൊന്നും പെരുവഴിയിലല്ല, പരീക്ഷണത്തിന്റെ പെരുവഴിയിലല്ല എന്ന് കാണണം. എന്നിട്ട് അങ്ങനെ അള്ളാഹുവിന് നന്ദി കാണിക്കണം. നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ നമ്മൾ പ്രയോജനപ്പെടുത്തണം. നമ്മളുടെ വീടുകളിലെ വാർദ്ധക്യം ചെന്ന മാതാപിതാക്കളെ ജീവിതത്തിന്റെ ഏത് തിരക്കിനിടയിലും അവർക്കൊരു അന്യതയും അവർക്കൊരകലവും അനുഭവപ്പെടാത്ത വിധം ചേർത്ത് നിർത്താൻ നമുക്ക് സാധിക്കണം. അയൽപക്കങ്ങളുമായും സമൂഹത്തിലെ എല്ലാ വിഭാഗം ആളുകളുമായിട്ടും അടുപ്പമുണ്ടാക്കണം. അങ്ങനെ സമൂഹത്തിന്, കുടുംബത്തിന്, നാടിന്, റബ്ബിന് പ്രിയപ്പെട്ടവരായി മാറാൻ ഈ സന്ദർഭത്തിൽ നമ്മൾ പ്രതിജ്ഞ പുതുക്കുക. സർവശക്തനായ നാഥൻ നമുക്കതിന് തൗഫീക്ക് നൽകുമാറാവട്ടെ. റഹ്മാനായ റബ്ബെ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് നീ ആരെയൊക്കെ തിരിച്ചു വിളിച്ചോ, കഴിഞ്ഞ ബലിപെരുന്നാളിന് ഇതുപോലെ ഒരുമിച്ച് കൂടിയിരുന്നപ്പോ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഞങ്ങളിൽ പലരുടെയും പ്രിയ പിതാക്കൾ, പലരുടെയും മാതാക്കൾ, പലരുടെയും ഇണകൾ, പലരുടെയും പ്രിയ സന്താനങ്ങൾ, അങ്ങനെ റഹ്മാനായ റബ്ബെ നിനക്കറിയാം ഞങ്ങളിൽ നിന്ന് ആരെയൊക്കെ നീ തിരിച്ചു വിളിച്ചോ അവരോടൊക്കെ നീ കരുണ കാണിക്കണേ തമ്പുരാനെ. അവരുടെ അമലുകൾ സ്വീകരിക്കണേ നാഥ. അവരുടെ വീഴ്ചകൾ പുറത്തു കൊടുക്കണേ തമ്പുരാനെ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗികളായ ആളുകളുണ്ട്. രോഗത്തോട് മല്ലടിച്ചുകൊണ്ട് തന്നെ നിന്റെ ഈ മഹത്തായ കർമ്മത്തിൽ പങ്കെടുക്കാൻ വന്ന സഹോദരന്മാരുണ്ട്, സഹോദരിമാരുണ്ട്. ശാരീരികമായ വലിയ വിഷമം അനുഭവിക്കുന്ന രോഗികൾ രോഗശയ്യയിൽ രോഗങ്ങളോട് മല്ലടിച്ച് ഞങ്ങളുടെ വീടകങ്ങളിലുണ്ട്. പടച്ചവനെ, അവരോട് നീ കരുണ കാണിക്കണേ അല്ലാഹ്. അവർക്ക് ആഫിയത്ത് നൽകണേ തമ്പുരാനെ. ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ആരോഗ്യത്തോടു കൂടിയുള്ള ആയുസ് അവർക്ക് നീ വർദ്ധിപ്പിച്ചു കൊടുക്കണേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത ഒരുപാട് സഹോദരന്മാരും സഹോദരികളുമുണ്ട്. അവരുടെ എല്ലാ നല്ല മുറാദുകളും നീ സഫലമാക്കണേ റബ്ബേ. ആപത്ത് മുസീബത്തുകളിൽ നിന്ന് കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. പ്രതിസന്ധി നിറഞ്ഞ ഒരു ഘട്ടത്തിൽ ഞങ്ങളുടെ മടിത്തട്ടിൽ വളരുന്ന കൊച്ചുമക്കളുണ്ട് റബ്ബേ. അവരെ നിനക്ക് പ്രിയപ്പെട്ടവരായി ഇബ്രാഹിമി മില്ലത്തിന്റെ പാത
പിന്തുടർന്നുകൊണ്ട് നിനക്ക് പ്രിയപ്പെട്ടവരായി വളർത്താൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേ നാഥ. ഞങ്ങളുടെ കൂട്ടത്തിൽ വിവാഹപ്രായമെത്തിയ പെൺകുട്ടികളുണ്ട് റബ്ബേ. ഏത് ചിട്ടയിലും ഏതൊരു ദീനീ ചിട്ടയിലാണോ ഞങ്ങൾ അവരെ വളർത്തിയത്, അതേ ദീനീ ചിട്ടയിൽ ശിഷ്ടജീവിതവും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന നല്ല ഇണകളെ അവർക്ക് നീ നൽകണേ അല്ലാഹ്. പടച്ചവനെ, ലോകത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ പലതരത്തിലുള്ള പരീക്ഷണങ്ങളിലൂടെയും കടന്നു പോവുകയാണ് വിശ്വാസി സമൂഹം. അന്തിമമായി നിന്റെ കലിമത്തിന് ഉയർച്ചയുണ്ടാകുന്ന നല്ല ഒരു പരിവർത്തനത്തിലേക്ക് അവർക്ക് നീ വഴി തുറക്കണേ നാഥ. പടച്ചവനെ, വിശ്വാസി സമൂഹത്തെ നീ രക്ഷിക്കണേ തമ്പുരാനെ. ഞങ്ങളെ എല്ലാവരെയും, ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടുപോയ എല്ലാവരെയും ഞങ്ങളോടൊപ്പം നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിപ്പിച്ച് ഞങ്ങളോട് നീ ദയ കാണിക്കണേ അല്ലാഹ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه أجمعين. وآخر دعوانا الحمد لله رب العالمين. عيدكم مبارك. تقبل الله منا ومنكم. السلام عليكم ورحمة الله وبركاته.